നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്രയ്ക്ക് പറഞ്ഞാൽ അടുത്ത വിങ്സ് മിക്മാൻ ആരായിരിക്കും, അടുത്തായിട്ട് വിങ്സ് മിക്മാൻ കഴിഞ്ഞിട്ട് അടുത്തായിട്ട് ആരായിരിക്കും WWE മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോയിലോട്ട് കടക്കാൻ മുമ്പ് നിങ്ങളുടെ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. Gotta know that nothing lasts forever. വിങ്സ് മിക്മാൻ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ വിങ്സ് മിക്മാൻ WWE വേൾഡിലെ നമ്പർ 1 റെസ്ലിംഗ് കമ്പനി ആക്കിയതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് വിങ്സ് മിക്മാൻ കഴിഞ്ഞിട്ട് അടുത്ത ആരായിരിക്കും WWE മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ആരായിരിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. 3 പേരാണ് ഇന്നത്തെ നിൽക്കുന്നത് കൺട്രോൾ ചെയ്യാൻ അടുത്ത സാധ്യതയുള്ളവർ. അപ്പോൾ അന്നത്തെ ഒരാളെന്ന് വെച്ചാൽ വിങ്സ് മിക്മാൻ്റെ മകനായ ഷെയ്ൻ മിക്മാനാണ്. ഷെയ്ൻ മിക്മാനാണ് അടുത്ത WWE മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ. ഷെയ്ൻ മിക്മാനെ WWE കൺട്രോൾ ചെയ്ത ഇപ്പോഴത്തെ വിങ്സ് മിക്മാൻ കൺട്രോൾ ചെയ്യുന്ന അത്ര രീതിയിൽ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുമെന്നൊന്നും അറിയില്ല. ആ സമയത്ത് ഇപ്പം WWEക്ക് നേരെ വേറെ ഏതെങ്കിലും റെസ്ലിംഗ് കമ്പനി വന്നാലും വിങ്സ് മിക്മാന് അതിനനുസരിച്ച് തന്നെ WWE മുന്നോട്ട് വലിയ നല്ല നല്ല മാച്ചുകളൊക്കെ വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കും. പക്ഷേ ഷെയ്ൻ മിക്മാന് അവിടെ മൊത്തത്തിൽ ഭരിക്കുള്ള സ്ഥാനം വരുമ്പോഴത്തേക്കിന് ഷെയ്ൻ മിക്മാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇനി രണ്ടാമതായിട്ട് സാധ്യതയുള്ള മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ WWE മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധ്യതയുള്ള ആളാരാണെന്ന് വെച്ചാൽ വിങ്സ് മിക്മാൻ്റെ മകളായ സ്റ്റെഫിനി മിക്മാനാണ്. സ്റ്റെഫിനി മിക്മാൻ ആയാലും ട്രിപ്പിൾ എച്ച് ആയാലും തുല്യം തന്നെയാണ്, ഹസ്ബൻഡും വൈഫും ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് WWE മൊത്തത്തിൽ ഭരിക്കുന്നതാണ്. നമുക്ക് ട്രിപ്പിൾ എച്ച് ആയാലും എങ്ങനെയാണെന്ന് നോക്കാം. ട്രിപ്പിൾ എച്ച് ആവുകയാണെങ്കിൽ ധാരാളം വേറൊരു ലെവൽ തന്നെയായിരിക്കും WWE. നിങ്ങൾക്ക് NXT നിങ്ങൾക്ക് കാണുന്നവരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. NXTയിലെ മാച്ചുകളൊക്കെ വേറൊരു ലെവലാണ്. റോയിലും സ്മാക്ഡൗണിലും കാണാത്ത അത്ര നല്ല മാച്ചുകളാണ് NXTയിൽ വെക്കുന്നത്. അത് ട്രിപ്പിൾ എച്ച് NXT നിയന്ത്രിക്കുന്നത്. അതേപോലെ 205ലും നല്ല നല്ല മാച്ചുകളാണ്, വേറെ ലെവലിലുള്ള മാച്ചുകളാണ്. നിങ്ങൾ കാണുന്നവർക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് രണ്ടും ട്രിപ്പിൾ എച്ച് ഭരിക്കുന്നതുകൊണ്ട് അത് വളരെ വലിയ മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. 205 അതേപോലെ NXTയും. ഇനി ട്രിപ്പിൾ എച്ച് WWE മൊത്തത്തിൽ ഭരിക്കുവാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ നമുക്ക് നോക്കാം. ട്രിപ്പിൾ എച്ച് മൊത്തത്തിൽ WWE ഭരിക്കുവാണെങ്കിൽ ആദ്യത്തെ മാറ്റം എന്ന് വെച്ചാൽ പല വലിയ റെസ്ലിംഗ് കമ്പനിയിൽ നിന്ന് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സൂപ്പർ സ്റ്റാർസിനെല്ലാം WWE കൊണ്ടുവരുന്നതാണ്. അവരെ സൈൻ ഇൻ ചെയ്യിപ്പിക്കും ട്രിപ്പിൾ എച്ച് WWE. അപ്പോൾ മറ്റ് കമ്പനികളെല്ലാം തന്നെ ആ സമയത്ത് ഡൗൺ ആവും. അവിടുത്തെ ടോപ്പ് റെസ്ലറിനെയൊക്കെ WWE കൊണ്ടുവന്നതാണ്. അതേപോലെ NXTയിലുള്ള ധാരാളം റെസ്ലറിനെയൊക്കെ മെയിൻ റോസ്റ്ററിലേക്ക് കടത്തിവിടുന്നതാണ് ട്രിപ്പിൾ എച്ച് ആണെങ്കിൽ മൊത്തത്തിൽ ഭരിക്കുവാണെങ്കിൽ. അതേപോലെ ഫിൻ ബാലറിന് വലിയൊരു പുഷ് നൽകും. ഫിൻ ബാലർ ട്രിപ്പിൾ എച്ചിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു റെസ്ലറാണ് ഫിൻ ബാലറിന് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് അങ്ങനത്തെ ഒരു മാച്ചുകളൊക്കെ കൊടുത്ത് വിൻ ചെയ്യിപ്പിക്കും, യൂണിവേഴ്സൽ ചാമ്പ്യനൊക്കെ ആക്കും ഫിൻ ബാലർ. അതേപോലെ സെത്ത് റോളൻസിന് നല്ലൊരു പുഷ് കൊടുക്കും. ട്രിപ്പിൾ എച്ചിൻ്റെ ഒരു ഫേവറേറ്റ് ഒരു റെസ്ലറും കൂടാണ് സെത്ത് റോളൻസ്. അതുകൊണ്ട് സെത്ത് റോളൻസിന് വലിയൊരു പുഷ് നൽകി വലിയൊരു റെസ്ലറായിട്ട് തന്നെ WWE നിർത്തും. അതേപോലെ ധാരാളം മാറ്റങ്ങൾ ട്രിപ്പിൾ എച്ച് കൊണ്ടുവരും. ഇപ്പോൾ ഉള്ള WWE ആവത്തില്ല, ആ സമയത്ത് വേറൊരു ലെവലായിരിക്കും WWE. ആ സമയത്ത് ട്രിപ്പിൾ എച്ച് WWE മൊത്തമായിട്ട് ഭരിക്കുവാണെങ്കിൽ ട്രിപ്പിൾ എച്ച് WWE മൊത്തത്തിൽ ഭരിക്കുവാണെങ്കിൽ WWEയിലെ റോയിലെയും സ്മാക്ഡൗണിലെയും മാച്ചുകളും അതേപോലെ സ്റ്റോറി ലൈനൊക്കെ വളരെ വലിയ മികച്ചതായിരിക്കും. അതേപോലെ ഇനി വിങ്സ് മിക്മാൻ ഇനി എത്ര നാൾ WWE മൊത്തത്തിൽ ഭരിക്കും എന്ന് ചോദിച്ചാൽ കൂടിപ്പോയ 2-3 കൊല്ലമേ വിങ്സ് മിക്മാൻ ഇനി WWE മൊത്തത്തിൽ ഭരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ 3 പേരിൽ ആർക്കെങ്കിലും കൈമാറാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ ട്രിപ്പിൾ എച്ച് WWE മൊത്തത്തിൽ ഭരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങളുടെ അഭിപ്രായം ഈ 3 പേരിൽ ആര് ഭരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്ന് ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളും പല റെസ്ലേഴ്സിൻ്റെ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ.